വിജിലൻസ് ഡയറക്ടറായിരിക്കെ 2.5 മാസം നിർബന്ധിത അവധിയിലായിരുന്ന ജേക്കബ് തോമസിന് അവധികാലാവധി അവസാനിച്ച സാഹചര്യത്തിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റിന്റെ ഡയറക്ടറായി നിയമനം നൽകിയത്. ഉച്ചയ്ക്ക് 12 മണിക്ക് IMG ഓഫീസിലെത്തി ജേക്കബ് തോമസ് ചുമതലയേറ്റു. പുതിയ നിയമനത്തെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് പതിവ് ശൈലിയിൽ മറുപടി. അല്ല, ജനഹിതം മനം എന്തായാലും ഇപ്പം ഞാൻ കൂട്ടില്ലല്ലോ. വിജിലൻസ് തലപ്പത്ത് നിന്ന് മാറ്റിയതിന് പിന്നിലെ കാരണം ആരാണ് ആദ്യം പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. കാര്യവും കാരണവും തീർച്ചയായിട്ടും പറയും. പുതിയ ഡയറക്ടർ ചുമതലയേറ്റ ശേഷം ബന്ധുനിയമനം, ബാർക്കോഴ ഉൾപ്പെടെയുള്ള വിവാദ കേസുകളിലെ വിജിലൻസ് പിൻവാങ്ങൽ, എല്ലാ വശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടർ ആയിരുന്നപ്പോൾ പ്രവർത്തിച്ചിട്ടുള്ളത്. സർവീസ് സ്റ്റോറിയിലെ ചട്ടലംഘനങ്ങൾ തിരുത്തില്ലെന്ന സൂചനയും വാക്കുകളിൽ. ഈ സിവിൽ സർവീസിൽ 2 കുട്ടികളെ പാടുള്ളൂ ഒരാൾക്ക് എന്നുള്ളതാണ് ചട്ടം. മൂന്നാമതൊരു കുട്ടിയുമായി പോയി കഴിഞ്ഞാൽ ചട്ടലംഘനമാണ്. എന്തു ചെയ്യും ആ കുട്ടിയെ? ചട്ടലംഘനമാണ്, കുട്ടി ഉണ്ടായിപ്പോയി. IMG ഡയറക്ടർ തസ്തിക 1 വർഷത്തേക്ക് കേഡർ തസ്തികയായി ഉയർത്തിയാണ് ജേക്കബ് തോമസിന്റെ നിയമനം. അതേസമയം സംസ്ഥാന പോലീസ് മേധാവി TP സെൻകുമാർ ജൂൺ 30-ന് വിരമിക്കുമ്പോൾ പോലീസ് തലപ്പത്ത് അഴിച്ചുപണി ഉണ്ടാകും. ഈ അഴിച്ചുപണിയിൽ ജേക്കബ് തോമസിന് വീണ്ടും മാറ്റമുണ്ടാകുമെന്നാണ് സൂചന. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.